बिस्मिल्लाहिर रहमानिर रहीम। इल्म और ज़िक्र। इल्म ज़िक्र। इल्म का मफ़हूम अल्लाह ताला की ज़ात आली से बराह रास्ता फ़ायदा हासिल करने की गर्ज़ से अल्लाह के अवामिर को हुज़ूर सल्लल्लाहु अलैहि वसल्लम के तरीक़े पर इख्तियार करना। ഇൽമിൻ്റെ ആശയം ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആലയുടെ ദാത്തെ അലിയിൽ നിന്ന് നേരിട്ട് പ്രയോജനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരീഖയിലൂടെ വഴിയിലൂടെ സ്വയത്തമാക്കൽ। ഇൽമ സെ ക്യാ ചാഹാ ജാ റഹാ ഹൈ, ഇൽമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? इस बात की तहक़ीक़ करना कि मेरा अल्लाह मुझसे इस हाल में क्या चाह रहा है। ഈ കാര്യത്തെ നമ്മൾ തഹ്ഖീഖ് ഗവേഷണം അന്വേഷണം നടത്തുക. മേരെ അല്ലാഹ്, എൻ്റെ അള്ളാഹു എന്നിൽ നിന്ന് ഈ സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹമ്മേ തഹ്ഖീഖ ജസ്ബ പേദാ ഹോ ജായ്, നമ്മളെ ഉള്ളിൽ ഒരു അന്വേഷണ ചിന്ത, അന്വേഷണ ബുദ്ധി ഉണ്ടാവണം, അതിനൊരു താല്പര്യമുണ്ടാവണം. ഇസ്കേ ലിയെ 3 മെഹനത്തെ കർണി ഹൈ, അതിനുവേണ്ടി 3 പരിശ്രമങ്ങൾ ചെയ്യണം. എല്ലാ 6 കാര്യങ്ങളുടെ കൂട്ടത്തിലും ഉള്ള പരിശ്രമം തന്നെ അതെന്താണ്? ദഅവത്താണ്, മഷ്കാണ്, ദുആയാണ്. എല്ലാ ഓരോ കാര്യങ്ങളിലും പറഞ്ഞതുപോലെ ഇൽമിലും ദിക്റിലും ഈ 3 കാര്യങ്ങളും നിർബന്ധമാണ്. ഇൽമ സെ മുറാദ് യേ ഹൈ कि हमें तहक़ीक़ जज्बा पैदा हो जाए. ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ തഹ്ഖീഖ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിത്തീരണം. क्या मतलब है इसका? എന്താണ് അതിനർത്ഥം? ഇൽമ कहते हैं कि अल्लाह मुझसे इस वक्त क्या चाह रहा है. ഇൽമ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഈ സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയലാണ്. കിതാബ് യാദ് ഹോ ജാനെ കോ ഇൽമ നഹീ കഹത്തെ. ഒരു കിതാബ്, ഒരു പുസ്തകം, അത് ഓർമ്മ വെക്കുക എന്നുള്ളതിൻ്റെ പേരല്ല ഇൽമ. ബൽക്കെ മേര അല്ലാഹ് മുസ്സെ ഇസ് വഖ്ത് ക്യാ ചാഹ റഹാ ഹൈ, എന്നാൽ ഈ സമയത്ത് അള്ളാഹു എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയലാണ് ഇൽമ. और जो चाह रहा है उसे अल्लाह के ध्यान के साथ पूरा करना, यह इल्म और जिक्र है. ഏതൊരു കാര്യമാണോ അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ അതിനെ പൂർത്തിയാക്കലാണ് ഇൽമും ദിക്റും. मेरे दोस्तों, इंसान के अमल से इल्म का ज़ाहिर होना यह इल्म की अलामत है. പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യരുടെ അമലിലൂടെ ഇൽമിനെ വെളിവാകൽ അത് ഇൽമിൻ്റെ അടയാളമാണ്. ये जो कहा जाता है कि इल्म ദിക്ർ एक नंबर है. സാധാരണ പറയപ്പെടാറുണ്ട് ഇൽമ ദിക്റും ഒരു ഒറ്റ കാര്യമാണ്, ഒരു നമ്പറാണ്. इसका मतलब है अल्लाह मुझसे इस वक्त जो चाह रहा है उसे अल्लाह के ध्यान के साथ पूरा करना. അതെന്തുകൊണ്ടാണ്? ഏതൊരു കാര്യമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ധ്യാനത്തോടു കൂടി പൂർത്തിയാക്കുക. അപ്പോൾ ഇൽമായി ദിക്റായി. उसका मतलब है अल्लाह मुझसे इस वक्त जो चाह रहा है उसे अल्लाह के ध्यान के साथ पूरा कर देना, यानी अमल हो अल्लाह के ध्यान के साथ हो. यह इल्म और जिक्र का खुलासा है. ഇൽമ ദിക്റിൻ്റെ രത്നച്ചുരുക്കം എന്നുള്ളത് എന്താണ്? അള്ളാഹു എന്നിൽ നിന്ന് ഈ സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതിന് അതിനെ അറിഞ്ഞ് ധ്യാനത്തോടു കൂടി പൂർത്തിയാക്കുക. അതായത് അമല് അള്ളാഹുവിൻ്റെ സ്മരണയോട് കൂടി പൂർത്തിയാക്കുക. അതാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആജ് തോ ജോ ആദ്മി ജോ സീഖെ വഹി ഇൽം, ജോ ആദ്മി കിസ്സെ ജോ പൂछे വഹി ഇൽം. ഇന്നത്തെ കാര്യം എന്താണ്? ഇന്ന് ഒരാളിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു, അതിനെ ഇൽമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, അതിനെ ഇൽമാണെന്ന് മനസ്സിലാക്കി. नहीं मेरे दोस्तों, इल्म सिर्फ उसको कहते हैं, इसी को कहते हैं जो हुजूर सल्लल्लाहु अलैहि वसल्लम यकीनी कामयाबी के लिए अल्लाह रब्बुल इज़्ज़त के यहाँ से लेकर आए हैं, उसको इल्म कहते हैं. എന്നാൽ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്?
അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ യഥാർത്ഥമായ വിജയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന കാര്യത്തിനെയാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. वो क्या है, അതെന്താണ്, ശരിക്കെന്താണ്? वो ഖബർ के 3 സവാലാത്ത്, അത് ഖബറിലെ 3 ചോദ്യങ്ങളാണ്. रब को जानना, दीन को जानना, नबी को जानना. मन रब्बुക വമാ ദീനുക മൻ നബിയുക. അതായത് റബ്ബിൻ്റെ ഹുക്കുമുകളെ, അതായത് ഇസ്ലാമിനെ അത് പൂർത്തിയാക്കാനുള്ള തരീഖയെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ലേക്കിൻ ആജ് ഇൽം और ജഹാലത്ത് में कोई फर्क नहीं रहा. എന്നാൽ ഇന്ന് ഇൽമും ജഹാലത്തും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. जहाँ आँख बंद हो जाती है वहाँ ജഹാലത്ത് ഖത്തം हो जाती है. എവിടെയാണോ കണ്ണടയുന്നത് അവിടെ ജഹാലത്ത് തീർന്നു പോകും. और इल्म शुरू हो जाता है, അവിടെ നിന്ന് ഇൽമ ആരംഭിക്കും. सारी जहालत जहाँ ख़त्म हो जाएगी इल्म वहाँ से शुरू होगा. മുഴുവൻ ജഹാലത്തുകളും എവിടെയാണോ പൂർത്തിയാകുന്നത്, എവിടെയാണോ തീരുന്നത്, അവിടെ നിന്ന് ഇൽമ ആരംഭിക്കും. ये ഖബർ के 3 സവാൽ, ये तीनों सवाल इल्म के बारे में है. ഈ ഖബറിലെ 3 ചോദ്യങ്ങൾ, അത് 3ഉം ഇൽമിനെ കുറിച്ചാണ്. ജഹാലത്ത് के बारे में कोई सवाल नहीं. ജഹാലത്തുകളെ കുറിച്ച് ഖബറിൽ ഒരു ചോദ്യവുമില്ല. यहाँ ഖബർ में ज़बान इल्म पर नहीं चलेगी. ഖബറിലാകട്ടെ നാവ് കൊണ്ടുള്ള അറിവ് പ്രയോജനപ്പെടുകയില്ല. കെ കോയി കർക്കെ ഗയാ, ചില ആളുകൾ ചെയ്തു പോയി. കോയി സീക്കർ ഗയാ, കുറെ ആൾ പഠിച്ചിട്ട് പോയി. കോയി സുൻകർ ഗയാ, കോയി സുനാക്കർ ഗയാ, ചില ആൾ കേട്ടുപോയി, ചില ആൾക്കാർ കേൾപ്പിച്ചു പോയി. ഇതൊന്നും ഖബറിൽ പ്രയോജനം ചെയ്യുകയില്ല. इसीलिए कुरान ने आलम यकीन वालों को कहा, इसलिए कुरान ने आलिम यकीन वालों को कहा. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ആലിമിനെ യഖീനുള്ള ആളാണെന്നാണ് പറഞ്ഞത്. लेकिन आज उम्मत तरबियत का इल्म को खो चुकी है. എന്നാൽ ഇന്ന് ഉമ്മത്ത് തർബിയത്തിന്റെ ഇൽമിനെ കളഞ്ഞിരിക്കുന്നു. ഉമ്മത്ത് के पास शरीयत का इल्म तो है, ഉമ്മത്തിന്റെ അടുത്ത് ശരീഅത്തിന്റെ ഇൽമുണ്ട്. लेकिन तरबियत का इल्म से हाथ धो बैठी है. എന്നാൽ തർബിയത്തിന്റെ ഇൽമിൽ നിന്ന് അവൻ്റെ കൈ കഴുകിയിരിക്കുകയാണ്. वो मेहनत हमारे यहाँ इल्म जिक्र से चाही जा रही है. എന്നാൽ ആ ഇൽമും ദിക്റുമാണ് നമ്മളുടെ ഈ പരിശ്രമം കൊണ്ട് ആഗ്രഹിക്കുന്നത്. സഹാബ കിറാം റളിയല്ലാഹു അജ്മഈൻ जो नमूना है सारी उम्मत के लिए, वो तरबियत की वजह से नमूना बना है. സഹാബാക്കൾ നമുക്ക് മാതൃകകളായത്, ഈ ഉമ്മത്തിന് മാർഗദർശികളായത് അവരുടെ തർബിയത്ത് കാരണമാണ്. സിർഫ് ഇൽം കി വജഹ സെ നഹീ, എന്നാൽ വെറും കേവലം ഇൽമിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല. ഇൻസെ മെഹനത്ത് കറായി ഗയി, ഇൽമ കൊണ്ട് അവരുടെ മേലെ പരിശ്രമം ചെയ്യിപ്പിക്കപ്പെട്ടു. തബ് കഹി ജാക്കർ നമൂന ബനായെ ഗയേ ഹൈ, അത് കാരണമായി അവർ മാർഗദർശികളായി. मोहम्मद यूसुफ साहब रहमतुल्लाह अलैह ने एक मरतबा एक मदरसे से बुखारी ख़त्म पर फरमाया. ഒരു തവണ മുഹമ്മദ് യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മദ്രസയിൽ ബുഖാരിയുടെ ഖത്തമിൻ്റെ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഭായിയോ आपने बुखारी ख़त्म किया, इल्म हासिल हुआ, अब इस इल्म पर 3 मकसदों के लिए मेहनत ज़रूरी है. ഇപ്പം നിങ്ങൾ ബുഖാരിയുടെ ഖത്തം ചെയ്യപ്പെട്ടു, നിങ്ങൾ പഠിക്കപ്പെട്ട ഈ ഇൽമ കൊണ്ട് 3 ലക്ഷ്യങ്ങൾ, 3 മക്സദുകൾ പരിശ്രമത്തിലൂടെ കൊണ്ടുവരണം. एक इस इल्म के मुताबिक आपके अंदर यकीन, ഒന്ന് ഈ ഇൽമ വഴിയായി നിങ്ങളുടെ ഉള്ളിൽ യഖീൻ ഉണ്ടായി തീരണം. दूसरा इस इल्म के मुताबिक अमल, രണ്ടാമത് ഈ ഇൽമിനെ അനുസരിച്ച് നിങ്ങളിൽ അമൽ ഉണ്ടായി തീരണം. तीसरा इस यकीन और अमल को आलम में फैलाना, മൂന്നാമതായി ഈ യഖീനും और അമലിനെയും മുഴുവൻ ലോകത്തും പരത്തണം. हुजूर सल्लल्लाहु अलैहि वसल्लम के लाए और इल्म पर इन 3 पहलुओं से इब्तिदा में मेहनत की गई थी. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇൽമ 3 രീതിയിൽ, ഇത് തുടക്കത്തിൽ തന്നെ 3 രീതിയിൽ ഇതിൻ്റെ പരിശ്രമങ്ങൾ നടക്കപ്പെട്ടു.
तो इस ज़माने के कायनात नक्शों पर चलने वाले रोम और फारस के टुकड़े टुकड़े हो गए। ആ കാലഘട്ടത്തിൽ ഉസ് ജമാനെ കെ കായിനാത്ത് നക്ഷോं पर चलने वाले ആ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ ആ നക്ഷകളിൽ, അതിൻ്റെ രൂപങ്ങളിൽ, അതിൻ്റെ കോലങ്ങളിൽ സഞ്ചരിക്കുന്ന റോമും പേർഷ്യയുമെല്ലാം കഷ്ണം കഷ്ണങ്ങളായി. ആഖിരി ज़माने में दज्जाल अपनी दात से इतनी बड़ी ताकत का मज़ाहिर करेगा. അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ അവൻ്റെ ദാത്ത് കൊണ്ട് മുഴുവൻ ശക്തിയോടുകൂടിയും അവൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കും. कि इसके मुकाबले में मौजूदा ताकतें कुछ भी नहीं है. ആ സന്ദർഭത്തിൽ മുഴുവൻ താക്കത്തുകളും ഒന്നുമാവുകയില്ല. उस वक्त മെഹദി അലൈഹിസ്സലാം ജമീൻ से, ഈസാ അലൈഹിസ്സലാം ആസ്മാൻ से ആएंगे. ആ സമയത്ത് ഭൂമിയിൽ നിന്ന് മെഹദി അലൈഹിസ്സലാമും ആകാശത്ത് നിന്ന് ഈസാ നബി അലൈഹിസ്സലാമും വരും. और हुजूर सल्लल्लाहु अलैहि वसल्लम के तरीक़े के मुताबिक उस इल्म पर यही मेहनत करेंगे. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരീഖയിലൂടെ, ഈ ഇൽമിൻ്റെ പരിശ്രമത്തിലൂടെ പരിശ്രമിക്കും. ഉസ് पर अल्लाह पाक इस दज्जाली ताकत को हलाक कर देगा. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദജ്ജാലിൻ്റെ കഴിവുകളെ നശിപ്പിച്ചു കളയും. तो जब पहले भी ये हो चुका और आखिर में भी ऐसा होगा. ആദ്യ കാലഘട്ടത്തിലും ഇങ്ങനെ നടന്നു, അവസാന കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ നടക്കും. तो फिर इस पर शक क्यों है कि इस दौर में कैसे हो सकेगा? പിന്നെ എന്തിനാണ് സംശയം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിൽ? आज भी वो सबब कुछ हो सकता है. ഈ കാലഘട്ടത്തിലും അതെല്ലാം സംഭവിക്കും. आज भी वो सब कुछ हो सकता है. ഇന്നും അതൊക്കെ നടക്കും. बशर्ते कि एक मुअतदिद तबका इस इल्म पर हुजूर सल्लल्लाहु अलैहि वसल्लम और सहाबा की तरह मेहनत कर डाले. അതിനെന്ത് വേണം? ഒരു തബക്ക, ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും രീതിയിൽ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം. मेरे दोस्तों, हुजूर सल्लल्लाहु अलैहि वसल्लम से सादर होने वाले आमाल को अल्लाह रब्बुल इज़्ज़त ने एटम बम से ज़्यादा ताकतवर बनाया है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന അമലുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആറ്റം ബോംബിനേക്കാൾ ശക്തി വെച്ചിരിക്കുന്നു. और एक एक अमल को आलम की तामीर का जरिया बनाया है. ഓരോരോ അമലുകൾക്കും ഈ ലോകത്തിൻ്റെ പരിപാലനമായി കണക്കാക്കിയിരിക്കുന്നു. सलातुल इस्तिस्का ज़मीन के हालात में बदलाव का जरिया है. സലാത്തുൽ ഇസ്തിസ്കാ ഭൂമിയുടെ മാറ്റത്തിൻ്റെ പകരമാണ്, അതിനുള്ള പ്രതിവിധിയാണ്. സലാത്തുൽ ഖുസൂഫ് और സലാത്തുൽ കുസൂഫ്, चांद और सूरज के हालात बदलने के लिए സലാത്തുൽ ഖുസൂഫും സലാത്തുൽ കുസൂഫും സൂര്യ ചന്ദ്രങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയാണ്. സലാത്തുൽ ഹാജ और दुआ, सलातुल हाजत आवटे, दुआयावटे, हर किस्म के इनफरादी और इज्तिमाई नामवाफिक हालात बदलने के लिए ഇൻഫ്രാദിയും വ്യക്തിപരമായും പൊതുവായുമുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. हुजूर सल्लल्लाहु अलैहि वसल्लम की उंगली के इशारे से चांद के टुकड़े करा के यही जाहिर किया गया है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിരൽ ചൂണ്ടലിൽ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ हुजूर सल्लल्लाहु अलैहि वसल्लम से सादिर होने वाले आमाल की इतनी ताकत है. और ये चांद की तरफ उंगली का इशारा हुजूर सल्लल्लाहु अलैहि वसल्लम का तकवीनी अमल था, तो तशरीई अमल उससे भी ज़्यादा ताकत वाले हैं. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്വീനിയായ അമലായ വിരലിനെ ചൂണ്ടി ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തശ്രീഇ അമലായ ആ അമലുകൾക്ക് അതിനേക്കാൾ എത്രയോ താക്കത്തുണ്ടായിരിക്കും. जब यकीन के साथ ईमान वाला वुज़ू करके कलिमा की गवाही देते हुए आसमान तरफ अपनी उंगली उड़ाता है, तो सातों आसमान के दरवाजे खुल जाते हैं और अर्श के ऊपर नूर का सुतून हिलने लगता है. ഒരു മനുഷ്യൻ ഉളുവു ചെയ്ത് യഖീനോട് കൂടി, ഒരു ഈമാനുള്ളൊരു മനുഷ്യൻ ഉളൂ ചെയ്ത് കലിമത്തു ഷഹാദ, കലിമത്തു തയ്യിബ ഉച്ചരിക്കുകയാണെങ്കിൽ
ആകാശത്തിൻ്റെ കൈവിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി കലിമ ഉച്ചരിക്കുകയാണെങ്കിൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും അർഷിൻ്റെ മുകളിലുള്ള അർഷിനോട് ചേർന്ന ഒരു പ്രകാശത്താലുള്ള ഒരു തൂണ് അത് വിറക്കുകയും ചെയ്യും. इसलिए अल्लाह ताला के ज़ात आली से बराह रास्त फ़ायदा हासिल करने के गर्ज से अल्लाह ताला के अवामिर को हुज़ूर सल्लल्लाहु अलैहि वसल्लम के तरीक़े पर पूरा करने की नीयत से हुज़ूर सल्लल्लाहु अलैहि वसल्लम के लाए हुए इल्म को हासिल करने के लिए जो सफ़र करता है तो उसका ये सफ़र इबादत में लिखा जाता है. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് നേരിട്ട് പ്രയോജനങ്ങൾ നേടിയെടുക്കാനുള്ള രൂപത്തിൽ അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരീഖയിലൂടെ അത് പൂർത്തിയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇൽമിനെ സ്വയത്തമാക്കാനുള്ള യാത്രകൾ അതും ഇബാദത്തിൽ എഴുതപ്പെടുന്നതാണ്. उस मकसद के लिए चलने वालों के पैरों के नीचे 70,000 फरिश्ते अपने पैरों को बिछाते हैं. അള്ളാഹുവിൻ്റെ വഴിയിൽ അങ്ങനെ പുറപ്പെടുന്ന ആളുകളുടെ കാൽപാദങ്ങളിൽ 70,000 ഫരിഷ്ത മലക്കുകൾ അവരവരുടെ ചിറകുകളെ വിരിക്കുന്നതാണ്. जमीन और आसमान की सारी मखलूक उनके लिए दुआ मग़फ़िरत करती हैं. ആകാശഭൂമികളിലുള്ള മുഴുവൻ മഖ്ലൂക്കുകളും മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്യുന്നതാണ്. शैतान पर एक आलिम 1000 आबिदों से ज़्यादा भारी है. ഷെയ്ത്താനിൻ്റെ മേലെ ഒരു ആലിമ് 1000 ആബിദിനേക്കാൾ കടുപ്പമുള്ളതാണ്. ये फ़ज़ाइल की किताब याद हो जाने के नाम सिर्फ इल्म नहीं है. ഈ ഫളായിലിൻ്റെ ഇൽമുകൾ ഓർമ്മ വെക്കുന്നത് മാത്രമല്ല ഇൽമ് എന്നുള്ളത്. മേരെ ദോസ്തോ ബുസുർഗോ, പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനികളെ, തഅലീം അമൽ കോ കഹത്തെ ഹൈ. തഅലീം എന്ന് പറഞ്ഞാൽ അത് അമലുകൾക്കാണ് പറയുന്നത്. ഇൽം എന്ന് പറഞ്ഞാൽ യഖീൻ കോ കഹത്തെ ഹൈ. ഇൽം എന്ന് പറഞ്ഞാൽ അത് യഖീനിനാണ് പറയുന്നത്. സിർഫ് ദിമാഗ് മേ ആ ജാനെ കാ നാം ഇൽം നഹീ ഹൈ. കേവലം തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്നതിൻ്റെ പേരല്ല ഇൽമ്. യാ കിതാബ് യാദ് ഹോ ജാനെ കാ നാം ഇൽം നഹീ ഹൈ. കിതാബിനെ ഓർത്തു വെക്കുന്നതിൻ്റെ പേരുമല്ല യഥാർത്ഥത്തിൽ ഇൽമി എന്നുള്ളത്. ബൽക്കി ഖുർആൻ ने आलिम यकीन वालों को कहा है. എന്നാൽ ഖുർആൻ ഇൽമിനെ യഖീനുള്ളവരോടാണ് ഉപമിച്ചത്. മാലൂമാത് ഹോ ജാനെ കോ നഹീ. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നവരോടല്ല, യഖീനുള്ളവരോടെ കുറിച്ചാണ്. ഖുർആൻ ने आलिम यकीन वालों को कहा है. ഖുർആൻ ആലിമ് എന്നുള്ളത് യഖീനുള്ളവരെയാണ് പറഞ്ഞത്. അല്ലാഹ് के वादों का जिन्हें यकीन है. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ആർക്കാണോ യഖീൻ ഉള്ളത്. इसलिए सबसे पहला काम इल्म के साथ भी जो करना है वो दावत है. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ജോലി ഇൽമിൻ്റെ വിഷയത്തിലും ആദ്യത്തെ ജോലി ദഅവത്താണ്. दावत दुनिया और आखिरत में कामयाबी दिलाने के लिए हुजूर सल्लल्लाहु अलैहि वसल्लम के लाए हुए इल्म को हासिल करने का लोगों के अंदर शौक़ व तलब पैदा करने की कोशिश करना, आमाल के फ़ज़ाइल सुनाना और तालीम के दौरान तालीमी गश्त करना. ദാവത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ദുനിയ ആഖിറത്ത് മേ കാമിയാബി, വിജയം ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഇൽമുകളെ സ്വായത്തമാക്കാൻ വേണ്ടി ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ ഉള്ളിൽ അതിനോടുള്ള താല്പര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുക, അമലുകളുടെ മഹത്വങ്ങൾ കേൾപ്പിക്കുക, താലീമിനിടയിൽ ഗശ്തുകൾ ചെയ്യുക, താലീമിൻ്റെ ഗശ്ത് ചെയ്യുക. ദൂസറാ കാം, രണ്ടാമത്തെ പരിശ്രമം മഷ്കാണ്. വ ഇൽം ജിസ്മെ इंसानों के आमाल और अफ़ाल के दुनिया आखिरत में ज़ाहिर होने वाले नतीजों को बयान हो. ऐसे इल्म में मशगूलियत और तालीम के हल्कों में खूब जमकर बैठना. അതായത് ഏതൊരു ഇൽമിലൂടെ മനുഷ്യരുടെ അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും പ്രയോജനങ്ങൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ, അങ്ങനത്തെ ഇൽമിൻ്റെ താലീമിൻ്റെ മഷ്ഗൂലിയത്ത്, അതിൽ നമ്മൾ ഇരിക്കുക, അങ്ങനത്തെ ഹൽക്കകളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് മഷ്കിൽ ചെയ്യാനുള്ളത്. ലേക്കിൻ ആ ബാത് യഹ് ഹൈ കി താലീം കാ ഹൽക്ക ഹോ ഗയാ മഹല്ലെ വാലോം കെ ലിയേ. എന്നാൽ ഇന്ന് നടക്കുന്ന എന്താണ്? താലീമിൻ്റെ ഹൽക്ക നടന്നു മഹല്ലിലുള്ള ആളുകൾക്ക് വേണ്ടി. യേ ബാത് ജറാ അച്ചി തറഹ് സമജ് ലേ.
ഈ കാര്യം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. താലീം ഹേ മസ്ജിദ് വാർ ജമാഅത്ത് കി അപ്നി. താലീം എന്നുള്ളത് മസ്ജിദ് വാർ ജമാഅത്തിൻ്റെ സ്വന്തത്തിനുള്ളതാണ്. മഹല്ലെ വാലെ ആത്തേ രഹെങ്കെ, മഹല്ലിൻ്റെ ആളുകൾ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. ബേഡ്തേ രഹെങ്കെ, ഇരുന്നുകൊണ്ടിരിക്കും. കോയി 5 മിനിറ്റ്, കോയി 10 മിനിറ്റ്, ചില ആളുകൾ 5 മിനിറ്റ്, ചില ആളുകൾ 10 മിനിറ്റ് ബൈഠേങ്കെ, ഇരുന്നുകൊണ്ടിരിക്കും, ഇരുന്നെന്ന് വരും. ഫിർ ഉട്കർ ചലേ ജായെങ്കെ, പിന്നെ അവർ എണീറ്റ് പോയെന്നിരിക്കും. ലേക്കിൻ അഗർ യെ സോച്ച് ലിയാ കെ താലീം ഹേ മഹല്ലെ വാലോം കെ ലിയേ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് താലീം മഹല്ലിലുള്ള ആളുകൾക്ക്, മക്കാമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജിത്നി ദേർ ബേട്ടെ ഉത്നി ദേർ താലീം ഹോനെ ഹെ. ലിഹാദ മഹല്ലെ വാല ജിത്നി ദേർ ബേട്ടി ഉത്നി ദേർ താലീം ഹോനി ഹെ. അപ്പോൾ നമ്മളെന്താണ്, മഹല്ലിലുള്ള ആളുകൾ എത്ര നേരമാണോ ഇരിക്കുന്നത് അത്ര നേരം നമ്മൾ താലീം ചെയ്യും. ബൽക്കെ യെ താലീം മസ്ജിദ് വാർ ജമാഅത്ത് കി അപ്നി യഖീൻ ബദൽനെ കെ ലിയേ ഹെ. എന്നാൽ ഈ താലീം മസ്ജിദ് വാർ ജമാഅത്തിൻ്റെ യഖീനിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹം മഹല്ലോം വാലോം കെ അപ്നെ താലീം ഹൽക്കെ കി ദാവത്ത് ദേംഗെ. തീർച്ചയായും നമ്മൾ മഹല്ലിലുള്ളവർക്ക് താലീമിലേക്കുള്ള ദാവത്ത് ചെയ്യും. ഉന്നെ ബൈഠനെ കി തർഗീബ് ദേംഗെ, അവരെ ഇരിക്കാൻ വേണ്ടി തർഗീബ് ചെയ്യും. ലേക്കിൻ യെ നഹി കെ ജബ് മഹല്ലെ വാലെ ഉട്കർ ജാനെ ലഗേ, എന്നാൽ മഹല്ലിലെ ആളുകൾ അവർ എണീറ്റ് പോകുന്ന സമയം ഹമാരി താലീം ഖത്തം ഹോ ജായെ, നമ്മളെ താലീം നിർത്തുകയില്ല. യേ ബാത് അച്ചി തരഹ യാദ് രഖന, ഈ കാര്യം നമ്മൾ ഓർക്കണം. ദോസ്തോ കെ മസ്ജിദ് മേ താലീം മസ്ജിദ് വാർ ജമാഅത്ത് കി അപ്നി താലീം ഹെ. മസ്ജിദിലെ താലീം അത് മസ്ജിദ് വാർ ജമാഅത്തിൻ്റെ സ്വന്തത്തിനുള്ള താലീമാണ്. ഉസെ 30 മിനിറ്റ് സെ ലേക്കർ 1.5 घंटे തക് പਹੁഞ്ചാന ഹെ. അതിനെ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നമ്മൾ കൊണ്ടെത്തിക്കണം. मोहम्मद यूसुफ साहिब रहमतुल्लाह अलैह फरमाते थे कि तालीम के हलकों में जमकर बैठो बल्कि मुजाहिदों के साथ बैठो. മുഹമ്മദ് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, താലീമിൻ്റെ ഹൽക്കയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉറച്ചിരിക്കണം, അത് കൂടിയിരിക്കണം. എത്രത്തോളം നമ്മൾ എന്നൊരു ഒരു മുജാഹദ, ഒരു ത്യാഗപൂർണമായ രീതിയിൽ ഇരിക്കണം. इसलिए कि सिर्फ तालीम के इल्म से अमल के इस्तिदाद पैदा नहीं होती. എന്തുകൊണ്ടെന്നാൽ താലീമിൻ്റെ ഇൽമിലൂടെ അമലിൽ ഇസ്തിഹദാദ് ഉണ്ടാവുകയില്ല. ബൽക്കെ താലീം കെ നൂർ സെ അമൽ കി ഇസ്തിദാദ് പൈദാ ഹോത്തി ഹെ. എന്നാൽ താലീമിൻ്റെ പ്രകാശത്തിലൂടെയാണ് അമലിലെ ഇസ്തിദാദ്, അമലിലുള്ള കപ്പാസിറ്റി അത് ഉണ്ടായിത്തീരുന്നത്. मेरे दोस्तों बुजुर्गों, असल में अमल की क़ुव्वत का ताल्लुक़ इल्म नबूवत के नूर से है. പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ അമലിൻ്റെ ഖുവ്വത്ത്, അമലിൻ്റെ ശക്തി, അതിൻ്റെ ബന്ധം ഇൽമെ നുബൂവത്തിൻ്റെ ഇൽമിൻ്റെ പ്രകാശവുമായിട്ടാണ്. अब जितना हदीस का नूर आएगा अपने अंदर, ഇപ്പോൾ നമുക്ക് എത്രത്തോളം ഹദീസിൻ്റെ പ്രകാശം നമ്മളെ ഉള്ളിൽ വരുമോ ഉത്നി അമൽ पर पढ़ने की इस्तिदाद पैदा होगी. അത്രത്തോളം അമലിൽ അത് അമൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, കഴിവ്, അതിലേക്ക് ആ യോഗ്യതയിലേക്ക് നമ്മളെത്തും, നമ്മളെ ഉള്ളിൽ ഉണ്ടായിത്തീരും. इसलिए गर्ज ये है कि एक हदीस को 3 बार पढ़ो. അതുകൊണ്ട് നമ്മൾ ഓരോ ഹദീസുകളെയും 3 തവണ വായിക്കണം. ഫായിദക്കോ ഏക് ബാർ പഠന ഹെ, അതിൻ്റെ ഫായിദയെ ഒരു തവണ വായിച്ചാൽ മതി. ഫായിദ മേ ജോ ഹദീസ് ആയേഗി ഉസെ ഭി ഏക് ഹി ബാർ പഠന ഹെ. ഫാഹിദ, അതിൻ്റെ ആ വിവരണം പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഹദീസുകളും ഒരു തവണ വായിച്ചാൽ മതി. സിർഫ് ഹദീസ് 3 ബാർ ठहर कर पढ़ो. എന്നാൽ ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തി 3 തവണ വായിക്കണം. ये तरीक़े नबूवत है, അത് നുബൂവത്തിൻ്റെ തരീഖയാണ്. ഉമ്മത്ത് को तालीम देने का और यही तरीक़ा मसनून है. ഉമ്മത്തിന് താലീം ചെയ്യാനുള്ള തരീഖയിൽ സുന്നത്തായ രീതി ഇതാണ്. മുഹമ്മദ് യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഫർമാते थे कि अदब व अज़मत, ध्यान और तवज्जो, മര്യാദയും അളമത്തും ശ്രദ്ധയും ഓർമ്മയും സ്മരണയും, ഇലല്ലാഹ് और बावजू बैठने, അള്ളാഹുക്ക് വേണ്ടി ചെയ്യൽ, ഉദുവോടുകൂടി ചെയ്യൽ, കോശിഷ്, അതിനുവേണ്ടി പരിശ്രമിക്കൽ, തഹിയാത്തിൻ്റെ രൂപത്തിൽ ഇരിക്കൽ. യെ നഹി കെ ജിസെ കിതാബ് പഠനി ആത്തി ഹെ, ആർക്ക് കിതാബ് വായിക്കാൻ അറിയുമോ അവൻ മാത്രം അങ്ങ് വായിക്കലല്ല. बस मुंह के सामने किताब रखकर पढ़ना चला जा रहा और साथियों का ध्यान कहीं और है. ഇന്ന് വായിക്കാൻ അറിയുന്നവരങ്ങനെ വായിച്ചു പോകുന്നു, സാഥികളുടെ ശ്രദ്ധ പല ഭാഗത്തേക്കുമാകുന്നു. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. മേരെ ദോസ്തോ, കിതാബ് പഠന മഖ്സൂദ് നഹി ഹെ, കേവലം കിതാബ് വായിക്കലല്ല ലക്ഷ്യം.
बल्कि उम्मत को उस यकीन पर लाना मकसूद है എന്നാൽ ഉമ്മത്തിനെ ആ യഖീനിലേക്ക് ആ ദൃഢവിശ്വാസത്തിലേക്ക് കൊണ്ടുവരലാണ് ലക്ഷ്യം कि फ़ज़ाइल का यकीन अपने अंदर पैदा करो ഫളായിലുള്ള മഹത്വങ്ങളിലുള്ള യഖീൻ അവരവരുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കണം आप हज़रात इस तरह से तालीम में बैठें ताकि तालीम का अमल मुकम्मल हो അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും താലീമിൻ്റെ ഹൽക്കയിൽ താലീം പൂർത്തിയാകുന്നതുവരെ ഇരിക്കണം तीसरा काम മൂന്നാമത്തെ ജോലി ദുആയാണ് ദുആ इन दोनों के कामों के करने के बाद ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം रो कर अल्लाह से इल्म की हकीकत को मांगना है ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഇൽമിന്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം അതുപോലെ जिक्र का मफहूम अल्लाह ताला के अवामिर में अल्लाह ताला के ध्यान के साथ मशगूल होना ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അവാമിറുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓർമ്മയോടുകൂടി അതിൽ വ്യാപൃതരാവലാണ് ദിക്ർ സെ ക്യാ ചാഹാ ജാ റഹാ ഹൈ ദിക്ർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് कि अल्लाह ताला मेरे सामने है और वो देख रहे हैं അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദിക്ർ की 3 मेहनतें हैं ദിക്റിനും ഈ 3 പരിശ്രമങ്ങളുണ്ട് ദഅവത്ത് മഷ്ക് ദുആ मेरे दोस्तों जिक्र का मतलब सिर्फ तस्बीह का पूरा करना नहीं ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം തസ്ബീഹാത്തുകൾ പൂർത്തിയാക്കലല്ല ये तो असबाब है अल्लाह का ध्यान करने के लिए അത് അസ്ബാബാണ് അള്ളാഹുവിനെ ഓർക്കാനുള്ള असल में जिक्र कहते हैं എന്നാൽ जिक्र എന്ന് പറയുന്നത് अल्लाह के ध्यान को क्योंकि जितने भी आमाल है वो सिर्फ अल्लाह के ध्यान लाने का सबब है അള്ളാഹുവിൻ്റെ ധ്യാനത്തിനെയാണ് ഓർമ്മയാണ് സ്മരണയാണ് ദിക്ർ എന്ന് പറയുന്നത് എത്രത്തോളം അമലുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിനെ ഓർക്കാനുള്ള കാരണങ്ങളാണ് ഇസ്ലിയെ ഇൻകോ തബഅൻ ദിക്ർ കഹ് ദിയാ ജാതാ ഹൈ അതുകൊണ്ടാണ് അതിനെ ആരോഗ്യപരമായി ദിക്ർ എന്ന് പറയുന്നത് तिलावत कर रहे हैं नमाज करें तस्बीह जिक्र है ये सब जिक्र क्यों है തിലാവത്തും ദിക്റും നമസ്കാരവും തസ്ബീഹുകളെല്ലാം എന്തുകൊണ്ടാണ് ദിക്റായത് कि इनसे अल्लाह का ध्यान लाना मकसूद है അതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കൽ ലക്ഷ്യമാണ് इसलिए इनको तबअन जिक्र कहा दिया गया അതുകൊണ്ടാണ് അതിനെ ആരോഗ്യപരമായി ദിക്ർ എന്ന് പറഞ്ഞത് വർണ അസൽ में मेरे दोस्तों ദിക്ർ तो अल्लाह के ध्यान को कहते हैं എന്നാൽ യഥാർത്ഥത്തിൽ ദിക്ർ അത് അള്ളാഹുവിൻ്റെ ധ്യാനത്തിനാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണക്കാണ് പറയുന്നത് അഖീമി സ്വലാത്ത ലിദിക്രിയാണ് സ്വലാത്ത് അത് നമസ്കാരം അത് അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതാണ് के नमाज को कायम करो मेरे याद के लिए നമസ്കാരത്തെ നിലനിർത്തിൻ അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി अगर नमाज अल्लाह के ध्यान से हो रही हो എന്നാൽ നമസ്കാരം അള്ളാഹുവിൻ്റെ ധ്യാനത്തോടെ അള്ളാഹുവിൻ്റെ ധ്യാനത്തിന് വേണ്ടി നടക്കുന്നോ तो नमाज जिक्र है എങ്കിൽ നമസ്കാരവും जिक्राई जो अमल भी अल्लाह के ध्यान के साथ हो वो जिक्र है ഏതൊരു അമൽ അള്ളാഹുവിൻ്റെ സ്മരണയോട് കൂടി ചെയ്യുന്നോ അത് ദിക്റായി മാറുന്നു इसलिए हज़रत उमर रज़ियल्लाहु अन्हु ने फरमाया कि हर इताअत करने वाले जो अल्लाह की और उसके रसूल की इताअत करता हो तो वो ज़ाकिर है അതുകൊണ്ടാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അരുളിയത് അനുസരിക്കുന്നവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നവൻ അവൻ ज़ाकिറാണ് അവൻ ദിക്റുള്ളവനാണ് अब हर अमल में अल्लाह का ध्यान पैदा करने के लिए അതുകൊണ്ട് ഓരോ അമലുകളിലും അള്ളാഹുവിൻ്റെ ധ്യാനം ഉണ്ടാക്കി തീർക്കാൻ അള്ളാഹ് का जिक्र है അതിനാണ് അള്ളാഹുവിൻ്റെ ദിക്ർ कि जो अल्लाह को याद करता है अल्लाह उसको याद फरमाते हैं और अल्लाह ने ओरकुमो अवन अल्लाह ओरकुम जब आदमी के होंठ अल्लाह के जिक्र में हिलते रहते हैं മനുഷ്യരുടെ നാവ് അള്ളാഹുവിൻ്റെ ദിക്റിലായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹ് की ताकत और मदद उसके साथ होती है അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു अल्लाह पाक उसको अपनी मोहब्बत और मग़फ़िरत अता फरमाते അള്ളാഹു അവൻ്റെ തൃപ്തിയും അവൻ്റെ മുഹബ്ബത്തും അവൻ്റെ മഗ്ഫിറത്തും അവനിലേക്ക് നൽകുന്നു അള്ളാഹ് का जिक्र शैतान से बचने का कुला है അള്ളാഹുവിൻ്റെ ദിക്ർ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കോട്ടയാണ് अब जिक्र की हकीकत को हासिल करने के लिए भी 3 काम करने हैं ഈ ദിക്റിൻ്റെ യാഥാർത്ഥ്യവും നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ 3 പരിശ്രമങ്ങൾ ചെയ്യണം पहला काम दावत है आदित्य जोली दावत आने एक मुसलमान को अल्लाह का जिक्र करने पर उस दावत के ज़रिए से आमादा करना है और मुस्लिमीങ്ങളെയും
അള്ളാഹുവിനെ സ്മരിക്കുന്നവരാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് കൊണ്ടുവരണം. कि हर मुसलमान अल्लाह के ज़ात का तारुफ कराने वाला बन जाए. ഓരോരോ മുസ്ലിമീങ്ങളും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നവരായി മാറണം. अल्लाह की तारीफ़ें करने वाला और तज़किरे करने वाले बन जाएं. इस पर उम्मत को आमादा करना है तरगीब देकर. या तरगीब हमें इसलिए देनी है कि उसकी हकीकत अभी हमारे अंदर नहीं है. നമ്മൾ തർഗീബ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ യാഥാർത്ഥ്യം തർഗീബ് ചെയ്യുന്ന നമ്മളിലില്ല. അത് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ തർഗീബ് ചെയ്യുന്നത്. उसी हकीकत को हासिल करने के लिए मैं दावत दे रहा हूँ. അതിൻ്റെ യാഥാർത്ഥ്യത്തിനെ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദിക്റിൻ്റെ ദാവത്ത് ചെയ്യുന്നത്. जब उसकी हकीकत हमें हासिल होगी तो हमें अल्लाह का ध्यान मिल जाएगा. അതിൻ്റെ യാഥാർത്ഥ്യത്തെ അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ധ്യാനം നമ്മളിൽ ഉണ്ടായിത്തീരും. उसके लिए दावत के बाद हमें मश्क करनी है. അതുകൊണ്ട് ദാവത്തിന് ശേഷം നമ്മൾ പരിശീലിക്കണം. दूसरा काम वही है, मश्क है. രണ്ടാമത്തെ ജോലി അത് മഷ്കാണ്, പരിശീലനമാണ്. कि तन्हाइयों में बैठकर നമ്മളെന്നെ തനിച്ചിരുന്നു കൊണ്ട് അല്ലാഹ് का जिक्र करना है, അല്ലാഹുവിനെ ധ്യാനിക്കണം. इस कैफियत के साथ ഏതൊരു കൈഫിയത്തിലാണോ कि मेरे अल्लाह जिसने सब कुछ अपनी कुदरत से बनाया है, ഏതൊരു അല്ലാഹുവാണോ ഈ മുഴുവൻ കാര്യങ്ങളെയും അവൻ്റെ കുദറത്ത് കൊണ്ട് സൃഷ്ടിച്ചു, वो मेरे सामने है, അവൻ എൻ്റെ മുന്നിലുണ്ട്. मेरा जिक्र करने को सुन रहा है, ഞാൻ ചൊല്ലുന്ന ഈ ദിക്റിനെ അവൻ കേൾക്കുന്നുണ്ട്. मेरा अल्लाह मुझे देख रहा है, എൻ്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. इस तरह अल्लाह के जिक्र की मश्क करनी है. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മഷ്ക് പരിശീലനം ചെയ്യണം. तीसरा काम, മൂന്നാമത്തെ ജോലി ദുആയാണ്. कि इन दोनों कामों को करने के बाद, ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിനു ശേഷം इस दावत और मश्क के बाद, दावत मश्किനും ശേഷം रो रो कर अल्लाह रब्बुल इज्जत से जिक्र की हकीकत को मांगनी है. അങ്ങനെ അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് ദിക്റിൻ്റെ ഹഖീഖത്തിന് വേണ്ടി, യാഥാർത്ഥ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം.